ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. ഈദ് സ്പെഷ്യൽ ബ്രെഡ് പുഡിംഗ് റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതിനു വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കണം. പാൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക്. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു. 1/4 കപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും കൂടി വേണം. വനില ഫ്ലേവർ കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ്. 2 മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടുപ്പിൽ വെച്ചിട്ട് നല്ല പോലെ മീഡിയം തീയിൽ ഒന്ന് കുറുക്കിയെടുക്കണം. മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് മീഡിയം തീയിൽ വെച്ച് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്നൊരു പിരിഞ്ഞ പോലെ ആവാൻ ചാൻസ് ഉണ്ട്. മുട്ട കഴിക്കാത്ത ആൾക്കാരുണ്ടാവാം, അതിൻ്റെ ഫ്ലേവറും മണമൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവാം. അപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, അവർ മുട്ട സ്കിപ്പ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ അധികം ചേർത്ത് കൊടുക്കണം. മീഡിയം തീയിൽ വെച്ചിട്ട് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ തീ വളരെ ചെറുതാക്കി കൊടുക്കണം. എന്നിട്ട് 3 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. കണ്ടൻസ് മിൽക്ക് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 പൈനാപ്പിളിൻ്റെ 1/4 ഭാഗം. അത് നന്നായിട്ട് അല്പം നെയ്യ് ചേർത്ത് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യാം. ബ്രെഡ് ഉണ്ടല്ലോ, 4 സൈഡും കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കണം. നിങ്ങൾ ഏത് പാത്രത്തിലാണ് പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ വെച്ച് കൊടുക്കണം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ അല്പം പാലോ പഞ്ചസാര സിറപ്പ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേർഡ് മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ചൂടോട് കൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ചൂടോട് കൂടി തന്നെ ഈ കസ്റ്റേർഡ് ഉണ്ടല്ലോ അതിൻ്റെ പകുതി ഭാഗം മുകളിൽ ഒഴിച്ചു കൊടുക്കണം. ബാക്കി പകുതി മുകളിൽ ഭാഗം ഒഴിക്കാൻ വേണ്ടി എടുത്തു വെക്കണം. ഞാനിവിടെ എല്ലാം കൂടി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ബ്രെഡെല്ലാം നന്നായിട്ട് കുതിരണം. അതിന് വേണ്ടിയിട്ടാണ് നല്ല പോലെ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പാലിൽ അല്പം പഞ്ചസാര ചേർത്ത് കലക്കിയതോ ഷുഗർ സിറപ്പോ ചേർക്കുന്നുണ്ടെങ്കിൽ ഇത് തണുത്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, അങ്ങനെ വേണേലും ഉപയോഗിക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കസ്റ്റേർഡ് മിക്സൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഫ്രൂട്ട്സോ നട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കണം. കുറച്ച് അനാറും അതേപോലെ തന്നെ ആപ്പിൾ കട്ട് ചെയ്തതുണ്ടല്ലോ അതും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നട്ട്സ് ചേർത്ത് കൊടുക്കാം. അതേപോലെ പൈനാപ്പിൾ ഉണ്ടല്ലോ ആ പൈനാപ്പിൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ട, ഇങ്ങനെ വേവിച്ചതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ നാക്കിങ്ങനെ ചൊറിയുന്ന പോലെയാവും. എന്നിട്ട് വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കണം. ഇനി പഞ്ചസാര സിറപ്പ് വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര സിറപ്പും പാലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇതേപോലെ പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ പെരുന്നാൾ നാളെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. വീണ്ടും ബ്രെഡിൻ്റെ മുകളിലേക്ക് കസ്റ്റേർഡ് മിക്സ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാം കൂടി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണിത്. അപ്പോൾ മുട്ടയുടെ ഫ്ലേവർ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്ത് ഉണ്ടാക്കാം. ഏറ്റവും മുകളിലായിട്ട് ഞാൻ ആദ്യം ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടല്ലോ അത് ഇട്ട് കൊടുത്തു. പിന്നെ അനാറും കൂടി ചേർത്ത് കൊടുത്തു. അനാറ് കാണാൻ നല്ലൊരു ഭംഗിയാണ്. എപ്പോഴും നല്ല കളർഫുള്ളായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അനാർ ചേർത്ത് കൊടുക്കണം. പിന്നെ പുഡിങ്ങിൽ കഴിക്കാൻ ടേസ്റ്റ് ഉള്ളത് എപ്പോഴും പൈനാപ്പിളാണ്. അപ്പോൾ പൈനാപ്പിളും ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ ഞാൻ എപ്പോഴും കുറച്ച് അധികം ചേർത്ത് കൊടുക്കും. എനിക്ക് പൊതുവേ പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് നട്ട്സ് ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ ഏതെല്ലാം നട്ട്സ് ഉണ്ട് അതെല്ലാം ചേർത്ത് കൊടുക്കാം. ബദാമോ പിസ്ത അതേപോലെ കാഷ്യൂനട്ട് കിസ്മിസ് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരു കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഈത്തപ്പഴം ഉണ്ടല്ലോ അതും ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കവർ ചെയ്തതിന് ശേഷം
ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഞാൻ ഫ്രീസറിൽ ഇപ്പോൾ 2 മണിക്കൂർ നല്ല പോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് തണുക്കാൻ വേണ്ടിയിട്ട്. ഫ്രീസറിലാകുമ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടും. ഇനി ടൈം ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഈ പെരുന്നാളിന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പെരുന്നാൾ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവരുടെ വീട്ടിലും ഫ്രൂട്ട്സും ഉണ്ടാവും, അതേപോലെ ബ്രെഡും ഉണ്ടാവും. നോമ്പായ ഫ്രൂട്ട്സ് എല്ലാവരുടെ വീട്ടിലും ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. വീണ്ടും കാണാം. ബൈ ബൈ.